Hi dear friends, welcome to yet another session of Knowledge Bites. Yes, അപ്പോൾ നമ്മൾ ഈ Knowledge Bite എന്നുള്ള സെഷനിലല്ലേ ചില ദിവസം നമ്മൾ ചില സെഷൻസിൽ നമ്മൾ ഫ്രേസസ് ഡിസ്കസ് ചെയ്യും, ചില സെഷൻസിൽ നമ്മൾ ഫ്രേസൽ വെർബ്സ് ഡിസ്കസ് ചെയ്യും, ചിലപ്പോൾ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുക, വൺ വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു Knowledge Bite സെഷനിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രേസൽ വെർബുമായിട്ടാണ്. സോ ആ ഫ്രേസൽ വെർബ് ഏതാ, അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ മീനിങ്ങും അതിൻ്റെ സിനോണിംസൊക്കെ അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ഫ്രേസൽ വെർബ് ടേക്ക് എബാക്ക്. ടേക്ക് എബാക്ക് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ഫ്രേസൽ വെർബ്. സോ എന്താണ് ഫ്രേസൽ വെർബ് എന്നുള്ളത്, ഇതിനെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ എന്താണ് ഫ്രേസസ് അല്ലെങ്കിൽ ഇഡിയംസ്, അല്ലെങ്കിൽ എന്താ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ആദ്യം ഡെയിലി ഫ്രേസൽ വെർബ്സ്, ഡെയിലി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഡെയിലി എന്താ പറയുക ഫ്രേസസ് ആൻഡ് ഇഡിയംസ് എന്നൊക്കെ പറഞ്ഞിട്ട് സെഷൻസ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സെഷൻസ് പോയി കണ്ടാൽ മതി. ആ സെഷൻസിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് ഫ്രേസൽ വേർബ്സും ഒരുപാട് വൺ വേർഡ്സും അതേപോലെ ഒരുപാട് ഇഡിയംസൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും. യെസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു നോളജ് ബൈറ്റ് സെഷനിലേക്ക് നമുക്ക് പോവാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ വേർഡ് ഫ്രേസൽ വെർബാണ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകണം നമ്മുടെ നോളജ് ബൈറ്റിൽ. ഏതാണ് നമ്മുടെ ഫ്രേസൽ വെർബ്? ടേക്ക് എബാക്ക് ആണ്. അപ്പോൾ ടേക്ക് എന്ന് പറയുന്നത് വെർബാണ്, എബാക്ക് എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എബാക്ക് എന്നുള്ള ആ ഒരു പ്രിപ്പോസിഷൻ്റെ ആ ഒരു വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ബാക്ക്, പുറകിലേക്ക് എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ അബാക്ക് എന്നുള്ളൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യണത്. അതേപോലെ ടേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, എടുക്കുക എന്നുള്ളൊരു മീനിങ്ങാണ്. അപ്പോൾ ടേക്ക് എബാക്ക് നമ്മൾ ലിറ്ററലായ ഒരു മീനിങ് ടേക്ക് എബാക്ക് എന്ന് പറഞ്ഞാൽ യെസ്, പുറകിലേക്ക് എടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. പക്ഷെ നമുക്കറിയാം ഫ്രേസൽ വെർബ് ആ വേർഡ്സിൻ്റെ അതേ മീനിങ് തന്നെ ആവണമെന്നില്ല. ഫ്രേസൽ വെർബിന് ഡിഫറെൻ്റ് ആയ ഒരു മീനിങ് ആയിരിക്കും. ഈ വേർബിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പോസിഷൻ്റെ ഒക്കെ ഒരു മീനിങ് തന്നെ ആവണമെന്നില്ല, കുറച്ച് ഡിഫറെൻ്റ് ആയ ഒരു മീനിങ് ആയിരിക്കും. നമുക്ക് നോക്കാം എന്താ ടേക്ക് എബാക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസൽ വെർബിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടു സർപ്രൈസ് or shock someone. Yes, to surprise or shock someone that in such a way that, അല്ലെങ്കിൽ that they do not know how to react for a short while. ഫോർ എ ഷോർട്ട് വെൽ. നമ്മുടെ മീനിങ് ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നുമെങ്കിലും മീനിങ് സിമ്പിളാണ്. അതായത് ടേക്ക് എബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ സർപ്രൈസ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മളൊരു ഷോക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരാൾ സർപ്രൈസ് ആയി അല്ലെങ്കിൽ ഷോക്കായി ഏത് ലെവലിൽ, ഒരു മിനിറ്റ് നേരത്തിന് അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് അവർ എങ്ങനെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ സമയത്ത് അവർ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അവർക്ക് അറിയാത്ത രീതിയിലുള്ള ആ ഒരു സർപ്രൈസ്ഡ് ആയ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു ഷോക്കായൊരു, അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കണേ, ടേക്ക് എബാക്ക് കൊണ്ട് ഉദ്ദേശിക്കണം. എന്താണ് ടേക്ക് എബാക്ക് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരാൾ സർപ്രൈസ് ആയി അല്ലെങ്കിൽ ഒരാൾ ഷോക്കായി. ആ സർപ്രൈസ് ആവണത് അല്ലെങ്കിൽ ഷോക്ക് ആവണതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയത്തിന് അവരെങ്ങനെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർ ആ ഒരു സിറ്റുവേഷനിൽ അവർ എന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു അവയർനെസ് ഇല്ലാത്ത രീതിയിൽ അത്രയും അവർ ഷോക്ക്ഡായി അല്ലെങ്കിൽ സർപ്രൈസ്ഡ് ആയെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യണ ഒരു ഫ്രേസൽ വെർബാണ് ടേക്ക് എബാക്ക്. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം. I was taken aback when a stranger answered the phone. When a stranger answered the phone. അതിന് മുമ്പ് ഞാനൊരു സെൻറ്റൻസ് എഴുതാം, ഒരു പാട്ടും കൂടെ എഴുതാം. When I അല്ലെങ്കിൽ വേണ്ട, അത് ഞാൻ സംഭവം ഞാൻ പറയാം. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പം ആരെങ്കിലും, ഇപ്പോൾ നമ്മുടെ സിസ്റ്റർ അല്ലെങ്കിൽ ഇപ്പം വൈഫ് ആരെങ്കിലും പുറത്ത് പോയി, അല്ലെങ്കിൽ ദൂരെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയേക്കുവാന്ന് വിചാരിക്കുക. അപ്പോൾ ആ പോയ സമയത്ത് പറഞ്ഞ സമയത്തിനുള്ളിൽ വന്നില്ല. അപ്പോൾ നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കണ ആ ഒരു സമയത്ത് വേറെ ഏതോ ഒരു സ്ട്രേഞ്ചറാണ്, നമുക്ക് പരിചയമില്ലാത്ത ഒരു വോയിസ് ആണ് ഏത് വഴി കേൾക്കണേ, ഫോണിൽ നമ്മൾ അവരെ കോൾ ചെയ്ത സമയത്ത് അവരുടെ വോയിസ് അല്ല നമ്മൾ കേൾക്കണം, വേറെ ആരോ ആണ് നമ്മുടെ ഫോൺ ആൻസർ ചെയ്തത്.
ആ ഒരു സമയത്ത് നമ്മൾ എന്താവും, ഭയങ്കര ഷോക്ക്ഡ് ആവും അല്ലെ, നമ്മൾ ഭയങ്കരമായി ഷോക്ക്ഡ് ആവും. ഇതാരാണ്, ഇത് ഈ സ്ട്രേഞ്ചർ ഏതാണ്, നമ്മൾ ആകെ പേടിച്ച് നമ്മൾ ഷോക്കായി. ഒരു മിനിറ്റ് നേരത്തേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ അത്രയും ഒന്നെങ്കിൽ ഷോക്കാവാം അല്ലെങ്കിൽ സർപ്രൈസ് ആവാം. ഇത് രണ്ടിൽ ഏത് ഫീലിംഗ് വേണമെങ്കിലും ആവാം. അപ്പോൾ അത്രയും ലെവൽ ഓഫ് ഒരു ഷോക്കിംഗ് അല്ലെങ്കിൽ ഒരു സർപ്രൈസിങ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഏത് ഫ്രേസൽ വേർബ് യൂസ് ചെയ്യാൻ പറ്റും? ടേക്ക് എ ബാക്ക് എന്നുള്ളൊരു ഫ്രേസൽ വേർബ് യൂസ് ചെയ്യാം. വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പം, വി ഓൾ വെർ ആക്ച്വലി ടേക്കൺ എ ബാക്ക് when the chief guest asked him to sing a song. Okay, we all were actually taken aback when the chief guest asked him to sing a song. അല്ലേ, ചീഫ് ഗസ്റ്റ് ഇപ്പോൾ എന്തെങ്കിലും ഒരു മീറ്റിംഗ് നടക്കുവാണ് അല്ലെങ്കിൽ ഒരു പരിപാടി നടക്കുവാണ്, അവിടെ വന്ന ആ ചീഫ് മിനിസ്റ്റർ അല്ലെ ചീഫ് ഗസ്റ്റായിട്ട് വന്ന ആൾ അവനോടൊരു പാട്ട് പാടാൻ പറഞ്ഞ സമയത്ത് ഞങ്ങളെല്ലാവരും ഭയങ്കരമായൊരു സർപ്രൈസ്ഡായി. നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യം, നമ്മൾ അങ്ങനെ ഭയങ്കര സർപ്രൈസ്ഡായി അല്ലെങ്കിൽ ഭയങ്കര ഷോക്ക്ഡായി. അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ഏത് ഫ്രേസൽ വേർബ് യൂസ് ചെയ്യും? ടേക്ക് എ ബാക്ക് എന്നുള്ള ഫ്രേസൽ വേർബ് യൂസ് ചെയ്യും. നമുക്കറിയാം ഫ്രേസൽ വേർബ്സ് നമ്മൾ വേർബ്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഫ്രേസൽ വേർബ്സ് യൂസ് ചെയ്യുന്നത്. എല്ലാ ടെൻസിലും വേർബ്സ് നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്യാറുണ്ട്, പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യാറുണ്ട്, ഫ്യൂച്ചർ ടെൻസിൽ യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഓരോന്നിലും ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട് അല്ലേ. അതായത് പ്രസൻറ്റ് ടെൻസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, അതേപോലെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്, പിന്നെന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്. അതേപോലെ എന്തുണ്ട്, നമുക്ക് പാസ്റ്റ് ടെൻസ് ഉണ്ട്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്, അതേപോലെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. സിമിലർലി നമുക്ക് ഫ്യൂച്ചർ ടെൻസിലും ഇതേപോലെ 4 ടെൻസസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ടെൻസസിലെല്ലാം നമ്മൾ വേർബ്സ് യൂസ് ചെയ്യണ പോലെ തന്നെ നമുക്ക് എന്തും യൂസ് ചെയ്യാൻ പറ്റും. ഫ്രേസൽ വേർബ്സും നമ്മൾ ആക്ച്വലി സ്പീക്കിംഗ് ഫ്രേസൽ വേർബും ഫ്രേസൽ വേർബും ഒരു രീതിയിലുള്ള വേർബാണ്. അതിൻ്റെ ഫോമിൽ വ്യത്യാസം ഉണ്ടാകും, ഒരു വേർബും പ്രിപ്പോസിഷനൊക്കെ ആയിരിക്കും അതിൽ ഒന്നിച്ച് വരുന്നത്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സിനോണിംസ് നോക്കാം. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ സെൻറ്റൻസ് നമ്മൾ കണ്ടു, നമ്മൾ അതിൻ്റെ മീനിങ് നമ്മൾ കണ്ടു. നമുക്കിനി ഈ ഒരു ഫ്രേസൽ വേർബിൻ്റെ സിനോണിംസ് നോക്കാം. നമ്മൾ പറഞ്ഞു സർപ്രൈസ് ആവുക അല്ലെങ്കിൽ ഷോക്ക് ആവുക എന്നുള്ള മീനിങ്ങിലുള്ള വേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സർപ്രൈസ് നമുക്ക് യൂസ് ചെയ്യാം, ഷോക്ക് നമ്മൾ യൂസ് ചെയ്യാം. അസ്റ്റോണിഷ് എന്നുള്ളൊരു വേർഡ്, അസ്റ്റോണിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർപ്രൈസ് ആണ്. സർപ്രൈസ് ആയി എന്ന് പറയണ മീനിങ്ങിലാണ്, അല്ലെങ്കിൽ ഒരു ഷോക്കായി ഒന്ന് ഞെട്ടിപ്പോയി എന്നൊക്കെ പറയുന്ന ഒരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാം അസ്റ്റോണിഷ് എന്നുള്ളൊരു വേർഡ്. അസ്റ്റൗണ്ട് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം, അസ്റ്റൗണ്ട്. ഓക്കെ, അസ്റ്റൗണ്ട് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റാർട്ടിൽ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റാർട്ടിൽ എന്ന് പറഞ്ഞാലും ഷോക്കായി ഞെട്ടിപ്പോവുക എന്നുള്ളൊരു മീനിങ് ആണ്. ഞെട്ടിപ്പോവുക എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ സ്റ്റാർട്ടിൽ എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യണത്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാം ഡംഫൗണ്ട്. യെസ്, ഡംഫൗണ്ട് എന്ന് പറഞ്ഞാലും അതാണ്, നമ്മൾ ഭയങ്കര ഷോക്കായി അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര നമ്മൾ സർപ്രൈസ് ആയി എന്ന് പറയുന്ന മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യണ ഒരു വേർഡാണ്. ഏത് വേർഡ്? ഈ ഡംഫൗണ്ട് എന്ന് പറയുന്ന വേർഡ്. പിന്നെ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? പിന്നെ നമ്മൾ പറയുമ്പം നമുക്ക് നോൺ പ്ലസ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. നോൺ പ്ലസ് എന്ന് പറയുമ്പോൾ എന്താണ്? നോൺ പ്ലസ് എന്ന് പറയുമ്പം എന്താണ്? നമ്മൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയി, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ആ ഒരു സർപ്രൈസ് കാരണം നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി, എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത ആ ഒരു സർപ്രൈസ് ലെവലിനെ, അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കണേ? നോൺ പ്ലസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കണേ.
സ്റ്റൺ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യും. ഞാൻ ആകെ സ്റ്റണ്ണായി നിന്നുപോയി ആ കാഴ്ച കണ്ടപ്പം. ഇപ്പം നമ്മൾ റോഡിൽ പോകുന്ന സമയത്ത് സേ ഫോർ എക്സാമ്പിൾ ഭയങ്കര ഹൊറിബിളായ ഒരു ആക്സിഡൻറ്റ് കണ്ടു എന്ന് വിചാരിക്കുക. സോ ആക്സിഡൻറ്റ് പെട്ടെന്ന് ആ ഒരു ആക്സിഡൻറ്റ് കണ്ടു കഴിഞ്ഞപ്പം ഞാനങ്ങനെ സ്റ്റണ്ണായി നിന്നുപോയി എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റണ്ണായി നിന്നു, അങ്ങനെ ഞാനൊരു ഒരു സ്തബ്ധനായി എന്ന് പറയുന്ന ഒരു മീനിങ്ങിലാണ് നമ്മൾ സ്റ്റൺ എന്ന് പറയുന്ന വേർബ് നമ്മൾ യൂസ് ചെയ്യണത്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാം സ്റ്റൂപ്പിഫൈ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഈ ആണ്. സ്റ്റൂപ്പിഫൈ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റൂപ്പിഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റൂപ്പിഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോക്കായി, നമ്മൾ അമ്യൂസ്ഡ് ആയി, നമ്മൾ സർപ്രൈസ്ഡ് ആയി, നമുക്കത് ഭയങ്കര നമുക്കൊരു അന്താളിപ്പ് അല്ലെങ്കിൽ നമ്മൾ ആകെ ഒരു സർപ്രൈസ്ഡ് ആയ ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്ന മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാം സ്റ്റൂപ്പിഫൈ. ഇത് നമുക്ക് യൂസ് ചെയ്യാം ഫ്ലാബർഗാസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഫ്ലാബർഗാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, ഫ്ലാബർഗാസ്റ്റ് എന്ന് പറഞ്ഞാലും ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ഒരു സർപ്രൈസ് അല്ലെങ്കിൽ എക്സ്ട്രീം ലെവൽ ഓഫ് ഒന്ന് അമ്യൂസ് ആവുന്നതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏത് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കണേ? ഫ്ലാബർഗാസ്റ്റ് എന്നുള്ള ഈ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കണേ. അപ്പോൾ ടേക്ക് അബാക്ക് എന്ന് പറയുന്ന ഈ ഒരു വേർഡിൻ്റെ സിനണിംസ് ആയിട്ട് നമ്മൾ സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ഷോക്കായി അല്ലെങ്കിൽ നമ്മൾ സർപ്രൈസ്ഡ് ആയി, ഭയങ്കരമായിട്ട് നമ്മൾ ഷോക്കായി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ സർപ്രൈസ്ഡ് ആയി എന്നൊക്കെ പറയുന്ന മീനിങ്ങിൽ വന്ന വേർഡ്സ് ഒക്കെയാണ് നമ്മൾ പൊതുവേ ടേക്ക് അബാക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസൽ വേർബിൻ്റെ സിനണിംസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണേ. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പം ദറ്റ്സ് ഓൾ അബൌട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ദറ്റ്സ് ഓൾ അബൌട്ട് ദി ഫ്രേസൽ വെർബ് ടേക്ക് അബാക്ക്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്ത ഈ ഒരു ഫ്രേസൽ വെർബ് സിമ്പിളായ ഒരു ഫ്രേസൽ വെർബാണ് ടേക്ക് അബാക്ക്. ഇങ്ങനത്തെ സിമ്പിളായ ഫ്രേസൽ വെർബ്സ് നമ്മൾ പറഞ്ഞു നമ്മുടെ ഡെയിലി ഫ്രേസൽ വെർബ്സിൽ നമ്മൾ എന്ത് സ്ട്രാറ്റജി ആയിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു വെർബ് നമ്മൾ എടുക്കും, എന്നിട്ട് അതിൻ്റെ കുറേ ഫ്രേസൽ വെർബ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു അല്ലേ. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പം അങ്ങനത്തെ ഫ്രേസൽ വെർബ്സ് അവർ ചോദിക്കാറുണ്ട്. പക്ഷേ എന്നാലും കൂടുതലും നമ്മൾ കാണുന്നത് ഭയങ്കര ഇങ്ങനത്തെ രീതിയിലുള്ള കുറച്ച് റെയറായ നമുക്ക് ഗസ് ചെയ്യാൻ പാടുള്ള രീതിയിലുള്ള കുറച്ച് ഫ്രേസൽ വെർബ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും എക്സാമിനേഷൻസിൽ അവർ കൂടുതൽ ചോദിക്കണം. അത് ചോദിക്കുകയില്ല എന്നല്ല, അതും ചോദിക്കും. പക്ഷേ കമ്പാരിറ്റീവ്ലി നമുക്ക് ഇങ്ങനത്തെ ഫ്രേസൽ വെർബ്സ് ആണ് കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ലെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഫ്രേസൽ വെർബ്സ് നമ്മുടെ ഈ ഒരു നോളജ് ബൈറ്റിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ നോളജ് ബൈറ്റ് സെഷനിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ രീതിയിലുള്ള ഫ്രേസൽ വെർബ്സ് ആയിരിക്കും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള. യെസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഫ്രേസൽ വെർബ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ആണ്, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, യെസ് പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ദി കോമൻറ്റ് സെക്ഷൻ. കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അവിടെ ഡിസ്കസ് ചെയ്യാം. ചില കാര്യങ്ങൾ ചിലപ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയ എക്സ്പ്ലനേഷൻസ് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ അപ്കമിങ് സെഷൻസിൽ നമുക്കത് ഡിസ്കസ് ചെയ്ത് പോവാം. യെസ്. എന്നോട് നമ്മുടെ കോമൻറ്റ് സെക്ഷനിൽ ഒരാൾ ചോദിച്ചതാണ്, അതായത് നിങ്ങൾ DIയുടെ ക്ലാസ്സസ് എടുക്കാവോ എന്ന് ചോദിച്ചായിരുന്നു. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ് എടുക്കാം. ബാങ്ക് എക്സാമിനേഷനിൽ നമുക്ക് എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് DI അല്ലേ. യെസ്. നമ്മളിപ്പം പക്ഷേ DI നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷനിലും നമുക്ക് DI ഉണ്ട്. അതേപോലെ നമ്മുടെ മെയിൻസ് എക്സാമിനേഷനിലും നമുക്ക് അവർ DI ചോദിക്കും. പ്രിലിമിനറി എക്സാമിനേഷനിൽ DI എന്ന് പറയുന്നത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ല, ഭയങ്കര ടഫായ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആവില്ല പ്രിലിമിനറി എക്സാമിനേഷൻസിൽ അവർ ചോദിക്കണത്. പക്ഷേ നമ്മുടെ മെയിൻസ് എക്സാമിനേഷൻ്റെ കാര്യം പറയുമ്പം അവർ ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ അവർ ചോദിക്കാറ്. അപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ ബാങ്ക് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ. നമ്മളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. പെർസെൻറ്റേജ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് റേഷ്യോ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മൾ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൻ്റെ കാര്യം കൂടെ നമുക്ക് പറയാം. അതിൽ നമ്മൾ പഠിക്കണ ചില ഫോർമുലാസും കാര്യങ്ങളും നമുക്ക് റേഷ്യോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആ സെക്ഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെർസെൻറ്റേജും റേഷ്യോയും നമുക്ക് തറവായെങ്കിൽ മാത്രമേ നമുക്ക് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് അതിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ ഒരു ചാനൽ നമ്മൾ പെർസെൻറ്റേജിൻ്റെ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. നമുക്കിനി ഒരു ചാപ്റ്റർ
ചാപ്റ്റർ ഉണ്ട് റേഷ്യോ. അപ്പോൾ റേഷ്യോയും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് DI എടുക്കാം. യെസ്, ഓക്കെ. അപ്പം നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ ലിങ്കും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് സ്റ്റാൻഡേർഡിലാണോ, എന്ത് ക്വാളിറ്റിയിലാണോ, എന്ത് ഡെപ്തിലാണോ അവർക്ക് നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതേ ഡെപ്തിൽ അതേ ക്വാളിറ്റിയോടുകൂടി അല്ലെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കണേ. കുറേയൊക്കെ എനിക്കതിന് പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കോമൻറ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞാൽ മതി. ഉടനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് സമയം പോലെ എപ്പോഴാണെന്ന് വെച്ചാൽ പതുക്കെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പം നിങ്ങളും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്യണത് മാത്രമല്ല നമ്മുടെ വീഡിയോസ് നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. റെഗുലറായിട്ട് ഫോളോ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, അഷുറൻസ് തരാം, നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ബാങ്ക് എക്സാമിനേഷൻ ആയാലും അല്ലെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസ് ആയാലും നല്ല സുഖമായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റും. യെസ്, അപ്പോൾ നമുക്ക് ഈ ഒരു നോളജ് ബൈറ്റിൻ്റെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് നോളജ് ബൈറ്റ് സെഷനിൽ വേറൊരു ഇഡിയമോ അല്ലെങ്കിൽ ഫ്രേസൽ വെർബോ അല്ലെങ്കിൽ വൺ വേർഡൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.